നമസ്കാരം. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് വടകര. UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരന് പകരം കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലിനെ നിയോഗിച്ചതിലൂടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ന് ഔദ്യോഗികമായി വടകരയിൽ ഷാഫി പറമ്പിൽ പ്രചരണം ആരംഭിക്കും. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിലൂടെയാണ് ഷാഫി പറമ്പിൽ പൊതുരംഗത്തേക്ക് എത്തുന്നത്. 2007 KSU സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷത്തിന് ശേഷം 2009 KSU സംസ്ഥാന പ്രസിഡന്റായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. 7000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് ഷാഫിയുടെ വിജയം. പിന്നീട് 2016-ലും 2021-ലും ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ചത്. 2016-ൽ 17,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ അന്ന് ജയിച്ചത്. പക്ഷെ 2021-ൽ BJPയുടെ ഈ ശ്രീധറിൽ നിന്ന് അപ്രതീക്ഷിതമായ മത്സരം നേരിടേണ്ടി വന്നു. എങ്കിലും 3000-ലേറെ വോട്ടുകൾക്ക് വിജയം ഷാഫി പറമ്പിലിന് ഒപ്പം നിന്നു. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി കഴിഞ്ഞ വർഷമാണ് പദവി ഒഴിഞ്ഞത്. MBA ബിരുദധാരിയായ ഷാഫി പറമ്പിലിന് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പ്രകാരം 56,21,410 രൂപയുടെ ആസ്തിയാണ് ഉള്ളത്. അതിൽ 13,25,849 രൂപയുടെ കടബാധ്യതയുമുണ്ട്. ഭാര്യയുടെയും തന്റെയും പേരിൽ വിവിധ ബാങ്കുകളിലായി 33,410 രൂപയുടെ നിക്ഷേപമുണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ 2021-ലെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. 15,53,000 രൂപ വില വരുന്ന ഇന്നോവ കാറാണ് ഷാഫി പറമ്പിലിന്റെ പേരിലുള്ളത്. ഇതുകൂടാതെ പാലക്കാട് ഷാഫി പറമ്പിലിന്റെ പേരിൽ 17 ലക്ഷം രൂപ വിലയുള്ള കൃഷിയിടവും ഉണ്ട്. MLA ശമ്പളമാണ് പ്രധാന വരുമാന മാർഗമായി ഷാഫി പറമ്പിൽ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത്. ഭാര്യ അഷീല അലി അഭിഭാഷകയാണെങ്കിലും നിലവിൽ വീട്ടമ്മയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.